ഹരി ഓം. ഇന്ന് നമ്മൾ പോയത് ചിദംബരം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശിവൻ്റെ നടരാജ വിഗ്രഹം മാത്രമല്ല അവിടെ മഹാവിഷ്ണു ഉണ്ടെന്ന്. ശരിക്കും നടരാജ ഇങ്ങനെയുള്ള ശരിക്കും നടരാജ വിഗ്രഹം നമ്മൾ കണ്ടിട്ടുള്ള മാതിരിയുള്ള ഇങ്ങനെ ദയയിൽ ക്രിയേറ്റ് ചെയ്താണ്. പക്ഷേ ഒന്നുണ്ട്, പത്മാവതി ഉണ്ട്, അത് ഇടതുവശത്താണ്, നമുക്ക് വലതുവശത്ത് കൂടെ കാണാമെന്നുള്ളത്. മഹാവിഷ്ണു ഇവിടെ സുദർശന ചക്രം പിടിച്ചുകൊണ്ടാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കയ്യിൻ്റെ അറ്റത്തെ ശിവലിംഗത്തിൻ്റെ അവിടെയാണെങ്കിൽ ശ്രീരംഗത്ത് തലയ്ക്ക് അവിടെ കൈ വെച്ചുകൊണ്ടാണ് ഇവിടെ സുദർശന ചക്രം. പക്ഷേ നമുക്കിവിടെ കാണുമ്പോൾ തോന്നിയത് മാറത്ത് കൈ വെച്ചേക്കാന്നാണ് തോന്നിയത്. എന്തായാലും രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ പറ്റും, തൊഴാൻ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഒരേ സ്ഥലത്ത് നിന്നിട്ട് ഇടതുവശത്ത് കാണാം. മഹാവിഷ്ണുവിനെ കാണുകയാണെങ്കിൽ ഫ്രണ്ടിൽ ശിവനെയും കാണാം. 6 മണിക്ക് നട തുറക്കും, 6:30 അഭിഷേകം എന്നൊക്കെ കഴിഞ്ഞ്. ക്യാമറ അനുവദനീയമല്ലാത്തതുകൊണ്ടാണ് എനിക്ക് AI ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. എനിക്ക് ഏകദേശം ആ നടരാജ രൂപം മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ട് പോസ് ഉണ്ടല്ലോ, അത് മനസ്സിൽ നിങ്ങളുടെ കിടക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് AIയിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്രയധികം സ്ഥലമുണ്ട്, കാണാൻ ഇഷ്ടംമാതിരിയുണ്ട്. അപ്പോൾ 4 ഗോപുരങ്ങൾ ഇപ്പോൾ അതേപോലെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എന്ന് പറഞ്ഞ മാതിരി 4 ഗോപുരങ്ങളാണ് ഉള്ളത്. ആ ഗോപുരം എല്ലായിടത്തും ഇതുമാതിരി ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരേമാതിരി തോന്നുന്നുണ്ടെങ്കിലും എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാവുമായിരിക്കാം പക്ഷേ ഓരോ ഗോപുരങ്ങളും 4 ഡയറക്ഷനിലാണെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ എപ്പോഴും പൂജിക്കുന്ന സമയത്ത് മാത്രമേ തുറക്കണുള്ളൂ. ഓരോ ആരാധിക്കാത്ത അമ്മനുണ്ട്, ഗണപതി, സുബ്രഹ്മണ്യ സ്വാമി, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് കുളത്തിൽ നല്ല വെള്ളമാണ്, ഉപയോഗിക്കുന്നുണ്ട്. ഉള്ളിൽ ശരിക്കും ഒരുവിധം എല്ലാ മൂർത്തികളും ഉണ്ട്, ദക്ഷിണാമൂർത്തിയൊക്കെ ഉണ്ട്. ഉള്ളിൽ തന്നെയാണ് നൃത്തമണ്ഡപമുണ്ട്, ഇവിടെയുണ്ട് നൃത്തമണ്ഡപം. മനസ്സിലാവണില്ല, എന്താണെന്ന് എഴുതി വെച്ചേക്കുന്നത് മുഴുവൻ തമിഴ് വായിക്കാൻ അറിയില്ല അവിടെ. അപ്പം നമ്മളൊക്കെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതും, അവിടെ തമിഴ്നാട്ടിൽ തമിഴ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതാണ് ബുദ്ധിമുട്ട്. കണ്ടില്ലേ എത്ര വലിയ സ്ഥലം. അതാണ് ഇപ്പോൾ പുറമേ കൂടെ നടന്നു പോകുമ്പോൾ ഉള്ളിലെടുക്കാൻ കിട്ടിയത് ഇതേമാതിരിയാണ്. ഉള്ളിൽ ഫുള്ള് തൂണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോന്നും അത്ര ഭംഗി. കയറി ഇറങ്ങി നല്ല രസമാണ്. കുറേ നേരം വേണം തൊഴാൻ, പെട്ടെന്ന് അങ്ങോട്ട് തൊഴുത് പോരാൻ പറ്റില്ല. അത്രയധികം അലങ്കാരപ്പണികൾ കണ്ടില്ലേ, ഓരോന്നും വരണേ. അതിൻ്റെ ഓരോ ഡിസൈനും നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കി മനസ്സിലാവും അത്ര ഭംഗിയാണെന്നുള്ളത്. ഞാൻ എല്ലാ ഗോപുരത്തിൻ്റെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഓരോന്നും അതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ക്ലാരിറ്റി എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തണമൊക്കെ പറയൂ കേട്ടോ. കിട്ടിയത് പോയി അമ്പലത്തിലേക്ക് ഇതാണ്. കണ്ടില്ലേ, ഓരോ മൂർത്തികൾക്കും ഓരോ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞ മാതിരി ഓരോ സ്ഥലത്തും ഓരോ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ വേറെ നടന്ന് ഓരോ ഗോപുരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് മാത്രം. അത് കഴിഞ്ഞാൽ ഒന്നിച്ചങ്ങോട്ട് എടുക്കാൻ അത്രയധികം ദൂരമുണ്ട്. പിന്നെ നടരാജ വിഗ്രഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു കാളയാണ്, ഞാനത് കയറി ഉള്ളിൽ കൂടെ എടുത്ത ഫോട്ടോ ആണ് ഇത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെച്ചിരിക്കണമെന്ന്. കണ്ടില്ലേ, ഒരു കൂട്ടിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ പൂജിക്കാത്ത വിഗ്രഹങ്ങളൊക്കെ ആ സമയത്ത് തുറന്ന് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം കളവാണെന്ന് തോന്നുന്നു. കാരണം എന്തായാലും എല്ലാം ഭംഗിയായിട്ട് എത്ര വലിയ സ്ഥലമാണെന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ കാണുക, അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ഫോട്ടോസ് പുറമത്തെ കാണിച്ചാൽ. അപ്പോൾ ഓം നമഃ ശിവായ. ഹരി ഓം.